welcome back to Hazel's vlog. This is Hazel here, and today what are we gonna do is that in the namala we are gonna talk about mental health. Okay, so this is a quite a large topic. Mental health, മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. അത് ഞാൻ ഇതിനെ പറ്റി സംസാരിക്കാൻ ആരുമല്ലാന്ന് എനിക്കറിയാം. ഞാനൊരു പ്രൊഫഷണൽ അല്ല, ബട്ട് ആസ് എ പേഴ്സൺ ഹു ഹാസ് എന്താ പറയാ സാധാരണ മനുഷ്യനായിട്ട് എനിക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. I really feel that people should actually know about mental health because എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയാ people should know about it കാരണം it is as equal or maybe more important than physical health എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കൈയൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കൈ ഒടിഞ്ഞു, നമുക്ക് ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്ലാസ്റ്റർ ഇടണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മെന്റൽ ഹെൽത്ത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല. ആകെ കീളി പോയിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. So I think we all have experienced that. Mostly I'm talking to people of my age, the adolescents and the adults. ഈ നമ്മുടെ പ്രായത്തിലെ ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈവൻ നമ്മുടെ മുമ്പത്തെ ജനറേഷൻസിനും എന്താ പറയാ മേ ബി ബിക്കോസ് ദേ ലാക്ക് ദ ഇൻസൈറ്റ്. അവർക്ക് പ്രോപ്പർലി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺനെസ് ഇതുവരെ കംപ്ലീറ്റ്ലി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ബിക്കോസ് മെന്റൽ ഹെൽത്ത് ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് സംതിങ് ലൈക്ക് എ ടബു. അതായത് എന്താ പറയാ പതുക്കെ സംസാരിക്കാല്ലേ ഇതിനെ പറ്റിയിട്ട്, അങ്ങനെയൊക്കെ എന്താ പറയാ അവള് ഡിപ്രഷൻ മരുന്നയിക്കുന്നുണ്ട്, അവന് PTSD അങ്ങനെ എന്തോ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഒതുക്കി എന്നൊക്കെ പറയുന്നത് that is not right. That is not the way it should be. Mental health should be discussed. It is nothing to be ashamed or embarrassed about. We all have our own issues. We all are fighting our own wars. നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള യുദ്ധങ്ങളിൽ നമ്മൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് നത്തിങ് ടു ബി അഷെയിംഡ് അബൌട്ട്. അപ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട്. ഞാൻ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഞാൻ ഇന്ന് ടോട്ടലി നോർമലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ലൈക്ക് എന്താ പറയാ വേറെ ഒരു ആഡ് ഓൺസും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് അനിയന്റെ ഒരു സ്വെറ്റ് ഷർട്ട് എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് ലെറ്റ് മീ ബി as who I am with you guys right now today, like a Hazel that is like from Hazel who's a part of me. Okay, let me start. Mental health. So what is exactly mental health? Mental health നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ it is a state of well-being in which the individual realizes his or her abilities, can cope up with normal stresses of day-to-day life, can work productively and fruitfully, and is to make a contribution to his or her own community. അതായത് സ്റ്റേറ്റ് ഓഫ് ഒരു മാനസികമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വേർ ഒരു മനുഷ്യന് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കഴിയുകയും എന്താ പറയുക സാധാരണമായിട്ടുള്ള ഒരു ഡേ ടു ഡേ ലൈഫിൽ എന്താ പറയുക സംഭവിക്കുന്ന സ്ട്രെസ്സുകൾ ഡീൽ ചെയ്യാൻ പറ്റുകയും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയും നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് മെന്റലി ഹെൽത്തി. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഐ എം പ്ലാനിങ് ടു ടോക്ക് അബൌട്ട് ദി ഡിസോർഡേഴ്സ്. അതായത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അവസ്ഥകളുണ്ട്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോ ഐ എം ഗോൺ ടോക്ക് അബൌട്ട് ദാറ്റ് ലൈക്ക് മോസ്റ്റ്ലി. ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ സ്റ്റട്ടർ ചെയ്യായിരിക്കും, സ്റ്റാമർ ചെയ്യായിരിക്കും, റിയലി സോറി. ഓക്കെ, ചില സമയത്ത് ഞാൻ എൻ്റെ വർത്തമാനത്തിന് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഐ എം ഗോണ ടോക്ക് അബൌട്ട് ദി ആങ്സൈറ്റി ഡിസോർഡർ. അപ്പൊ എന്താണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? നമ്മൾ എല്ലാവർക്കും ആങ്സൈറ്റി വരുന്നുണ്ട്. അയ്യോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സുഖമില്ല എന്നൊക്കെ പറയാറില്ലേ. സോ ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എൻ ആങ്സൈറ്റി ഡിസോർഡർ.
and it is of 3 types. One, GAD, general anxiety disorder. Second one is SAD, sadalla, social anxiety disorder. And the third one is OCD, obsessive compulsive disorder. And basically ഈ OCD എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് പോപ്പുലേഷനിൽ തന്നെ 2.3% ആൾക്കാർക്ക് ഉള്ളതാണ്. ആൻഡ് 2.3% എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, that is like a huge number, millions of people basically. നമ്മൾ ഫുൾ വേൾഡ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഫുൾ പോപ്പുലേഷന്റെ 2.3% എന്ന് പറയുന്നത് ചില്ലറ നമ്പർ അല്ല. അപ്പോ എല്ലാവരുടെയും സാധാരണ ഒരു എന്താ പറയാ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഡോർ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഇടക്കിടക്ക് പോയി കൈ കഴുകുക, ഈ ജേംസ് എന്താ പറയാ ഈ കീടാണുക്കളോടുള്ള ഒരു വെറുപ്പ്, അഴുക്കിനോടൊരു വെറുപ്പ്, അല്ലെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ടിരിക്കുക, ഇടക്കിടക്ക് കൈ കഴുകുക, അതൊക്കെയാണെന്നാണ് സാധാരണ ഉള്ള ഒരു നിഗമനം. പക്ഷേ not really. The reality is that the people who suffer from OCD, they suffer from obsessions. Those are called actually obsessions. Why? Because those obsessions can be cleaning, അല്ലെങ്കിൽ counting, double checking. ഇതൊക്കെ ഓരോ obsessions ആണ്. And these are the methods by which they cope up their stress. In reality, the people who suffer from OCD suffer from crippling anxiety എന്നാണ് റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. And their methods to comply are the methods to deal with എന്താ പറയാ this anxiety. അതിനെയാണ് അവര് ഇങ്ങനെ എന്താ പറയാ ഈ ഒബ്സസീവ് ആയിട്ടുള്ള ഈ ക്ലീനിങ് മെത്തേഡ്സ് ആയിട്ട് അവര് കണക്കാക്കുന്നത്. That is about OCD. And then we are going to talk about personality disorders. Personality disorders are very important. Karanam, they refer to the emotional, the behavioral and thought patterns that deviate from the normality. അതായത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇമോഷണലി ബിഹേവിയറലി ആയിട്ടുള്ള തോട്ട് പാറ്റേൺസിനെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് National Institute of Mental Health has declared that in their research 9.1% of people suffer from personality disorders. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇതിൽ കുറച്ചെണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ആൻഡ് ഓക്കെ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള എന്താ പറയാ അനുഭവിക്കുന്ന ആൾക്കാർക്ക് they go through significant amount of stress and it can affect their day-to-day life of the individuals. അവരുടെ ദൈനംദിന it affects their സാധാരണയുള്ള എല്ലാ ദിവസങ്ങളിലുള്ള പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുടെ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് ക്യൂർ ഇല്ല, it can only be treated. There's no permanent solution ഇല്ല, but with proper therapy and medication they can be controlled and it goes on along with you. അത്രേ ഉള്ളൂ. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാലും ബേസിക്കലി 3 ടൈപ്സ് ആണുള്ളത്. The first one is suspicious. Those are paranoid, schizoid, schizotypal. പാരനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സസീവ് ആയിട്ടുള്ള പേടി, അതായത് ഇയാളെന്നെ ഉപദ്രവിക്കോ, അയാളെ തറപ്പിച്ച് നോക്കണോ, അയാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഓവറായിട്ടുള്ള പേടി. എന്താ പറയാ, ഗ്യാസ് പൊട്ടി തെറിക്കോ, അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ എന്നുള്ളൊരു നമ്മള് പേടി കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ വല്ലാണ്ടായി പോവുക. അതിനെയാണ് നമ്മൾ പാരനോയിഡ് എന്ന് പറയാ. ആൻഡ് സ്കീസോയിഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇസ് നോട്ട് സ്കീസോഫ്രീനിയ. ചിലപ്പോൾ അവർക്ക് സൈക്കോട്ടിക് സിംറ്റംസ് ചിലപ്പോൾ അവർ അനുഭവിക്കാതിരിക്കാം, ബട്ട് ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ. സ്കീസോ ടൈപ്പിലും അതെ. ആൻഡ് ഇമോഷണലി വരുന്ന ടൈപ്സ് ആണ് ഒന്ന് ബോർഡർ ലൈൻ ആയിട്ട് വരുന്നത്, BPD എന്ന് വിളിക്കുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. പിന്നെ ദർ ആർ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. 4 ടൈപ്സ് അതിൽ വരുന്നുണ്ട്. ഇമോഷണലി ഉള്ള ഇതില് കാറ്റഗറിയിൽ 4 ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്.
ഞാൻ വായിച്ചതിൽ കേട്ടോ, ചിലപ്പോൾ ഇതിലും കൂടുതൽ ഉണ്ടാവുമായിരിക്കാം. ബിക്കോസ് മെന്റൽ ഹെൽത്ത് ഇസ് സംതിങ്, ഈ ഒരു ടോപ്പിക് ഭയങ്കര വാസ്റ്റാണ്. എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. അപ്പൊ BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. BPD is also called EUPD, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഫീലിംഗ് ഓഫ് അബാൻഡൻമെന്റ് ഫീൽ ചെയ്യാറുണ്ട്. അബാൻഡൻമെന്റ് ഇഷ്യൂസ് ഭയങ്കര, അവരെല്ലാ ഇമോഷൻസും ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഇന്റൻസിറ്റിയോട് കൂടിയിട്ടായിരിക്കും. ആൻഡ് ദ ചേഞ്ച് വെരി ഫ്രീക്വന്റ്ലി. അതായത് ചില സമയത്ത് ഒരുപാട് സന്തോഷമായിരിക്കും, ചില സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും, ചില സമയത്ത് ദേ സ്റ്റാർട്ട് ക്വസ്റ്റനിങ് ദംസെൽവ്സ്, ചില സമയത്ത് അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. സോ ഇറ്റ് ഈസ് ലൈക്ക് എൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. അതുപോലെ ഇറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ ദോസ് പീപ്പിൾ ടു കീപ്പ് അപ്പ് വിത്ത് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റൊമാൻസ് മാത്രമല്ല, ഇപ്പോ വിത്ത് ദ സൊസൈറ്റി, വിത്ത് യുവർ ഫാമിലി, വിത്ത് യുവർ കൊളീഗ്സ്, വിത്ത് എനിബഡി. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ ബൈ റിലേഷൻഷിപ്സ്. പിന്നെ they might have suicidal thoughts, or they have thoughts on self-harm. I mean, these words are not, എന്താ പറയാ, ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വേർഡ്സ് അല്ല. These are very relevant in our day-to-day life. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഇനി യൂസ് ചെയ്യുന്നത്. ആൻഡ് they might experience loneliness, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്ന ഒരു ഫീലിങ്സ് ഒരു അനുഭവപ്പെടാം. ആൻഡ് BPDക്കാർ ഓബ്വിയസ്ലി കടന്നു പോകുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഡിസോസിയേഷൻ ആൻഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയും. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ രണ്ട് എക്സ്ട്രീംസും പറയും, രണ്ട് എക്സ്ട്രീംസ് കൂടെയും കടന്നു പോകും. നമുക്ക് രണ്ട് ഒപ്പീനിയൻസ് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ ചെയ്ത ഇന്നൊരു കാര്യം ഭയങ്കര നന്നായിരുന്നു, അത് അങ്ങനെ സംഭവിച്ചത് നന്നായി, ഞാൻ ഇങ്ങനെ ചെയ്തത് നന്നായി എന്നൊക്കെ പറയും. പക്ഷെ അറ്റ് ദ സെയിം ടൈം they'll be like, oh, I shouldn't have done that, why did I do that, oh man, I regret it. അങ്ങനെയൊക്കെ പറയുന്ന ഈ രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. And about dissociation is when that you go through an episode, you go through something and you don't really remember what you did in that. Like നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു പിക്ചറിലുള്ള സമയത്താണ് നമ്മൾ അതിനെയാണ് ഡിസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. That is about personality disorder, BPD. And പിന്നെ ഉള്ളത് ആന്റിസോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we go against the social norms. ഹിസ്ട്രിയോണിക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഭയങ്കര അപ്രൂവൽ സീക്കിംഗ് ആയിരിക്കും. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, എന്താ പറയാ, ഞാൻ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ, ബാക്കിയുള്ള ഒരു അപ്രൂവൽ എപ്പോഴും വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മളെപ്പോഴും ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. പിന്നെ നാർസിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ഗ്രാൻഡോസിറ്റി ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ഐ കം ഫസ്റ്റ്. ഭയങ്കരമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, ഓവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. I'm not saying that self motivation is bad, it is really good. പക്ഷെ ഇവർക്ക് ഭയങ്കര എക്സസീവ്ലി ഫീലിംഗ് ആയിരിക്കും, ഒരു ഗ്രാൻഡോസിറ്റി ആയിരിക്കും. അതിനെയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് ആങ്ഷ്യസ് ടൈപ്പാണ്, അവോയ്ഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ്. അതായത് ഈ അവോയ്ഡന്റ് ടൈപ്പുള്ള ആൾക്കാർ ദേ ട്രൈ ടു അവോയ്ഡ് സോഷ്യൽ സിനാരിയോസ്, ദേ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം പീപ്പിൾ. ആൻഡ് the opposite goes for dependent. They will be very clingy, they'll be very dependent on other people. അപ്പൊ ഇതൊക്കെ എക്സ്ട്രീം കേസസിൽ വരുമ്പോഴാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരുന്നത്. ലൈക്ക് നോർമലി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ കൂടെയും കടന്നു പോയിട്ടുണ്ടാവുമായിരിക്കും. അതല്ല, ഇതിന്റെ എക്സ്ട്രീം കേസസ് വരുമ്പോഴാണ് ഇതൊരു ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇത് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. യൂഷ്വലി ഇത് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. എന്താ പറയാ, 7.8 to 11% ഓഫ് ചിൽഡ്രൻ വേൾഡ് വൈഡ് സഫർ ഫ്രം ADHD എന്നാണ് റീസെന്റ് റിപ്പോർട്ട്സ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു എന്താ പറയാ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, ഇനബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ, കുറച്ച് അടങ്ങിയിരിക്കാൻ പറ്റാണ്ടിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് മറന്നു പോവുക, റെസ്റ്റ്ലെസ്നെസ്, എപ്പോഴും ഇങ്ങനെ ഒരു പരവേശം കാണിച്ചുകൊണ്ടിരിക്കുക, പല കാര്യങ്ങളും കളഞ്ഞു പോവുക, ലൂസിങ് തിങ്സ്. അതൊക്കെ ADHDയുടെ ഒരു ഭാഗമാണ്. ആൻഡ് there are 3 types of ADHD. There is a combined type,
impulsive or hyperactive type, and there is an inattentive type. 3 types of ADHD ഉണ്ട്. നാലാമത്തത് വരുന്നതാണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ദാറ്റ് ഈസ് ബേസിക്കലി 19 million പീപ്പിൾ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അലോൺ. US മാത്രം തന്നെ 19 million പീപ്പിൾ സഫർ ചെയ്യുന്നൊരു 6.8% അപ്രോക്സിമേറ്റ്ലി കംസ് ടു 19 million പീപ്പിൾ. അപ്പോൾ വേൾഡ് വൈഡ് ചിന്തിക്കാലോ, ഇറ്റ് ഈസ് എ വെരി കോമൺ ആൻഡ് ഇറ്റ് ഈസ് എ വെരി സീരിയസ് ടൈപ്പ് ഓഫ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ. So what is PTSD? It is basically connected to a thing called trauma. അപ്പോൾ ട്രോമ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. എന്താ പറയുക, നമുക്കൊരു കാര്യത്തിനെ പറ്റി അറിയാതെ ഇരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഇഫ് യു നോട്ട് ട്രൈയിങ് ടു നോ അബൌട്ട് ഇറ്റ്, then that becomes an issue. So what is trauma? Trauma is like some people come across something that affects them permanently. ചില നഷ്ടങ്ങളോ, ലൈഫിൽ നഷ്ടങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും അസോൾട്ടോ, സെക്ഷൽ അബ്യൂസോ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ, അല്ലെങ്കിൽ സ്റ്റാവേഷൻ, ചൈൽഡ്ഹുഡ് നെഗ്ലിജൻസ്, ഇതൊക്കെ ട്രോമകളാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അവരെ കാര്യമായി സാരമായി ബാധിക്കുന്ന ഒരു സംഭവം അവരുടെ ലൈഫിൽ നടക്കുമ്പോൾ സം പീപ്പിൾ കനോട്ട് ഓവർകം ഇറ്റ്, ദെൻ ഇറ്റ് ബിക്കംസ് PTSD. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി കോമൺ റിയാക്ഷൻ ടു ട്രോമ. നമ്മളെല്ലാവരും മുമ്പ് എന്തെങ്കിലും ട്രോമ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും അതിന് റിയാക്ട് ചെയ്യുന്നത് സ്ട്രെസ് വഴിയായിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ദേ കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ് ഈവൻ ആഫ്റ്റർ ദ ട്രോമ ഗെറ്റ്സ് ഓവർ. ഓക്കെ, സോ then it leads to a condition called PTSD. സോ PTSD തന്നെ ഒന്ന് നോർമൽ PTSD ഉണ്ട്, പിന്നെ ഒന്ന് കോംപ്ലെക്സ് ആയിട്ട് CPTSD ഉണ്ട്. So CPTSD includes emotional flashbacks, panic attacks, nightmares, overwhelming fear, you cannot connect with others. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേടിയും ടെൻഷനും എന്താ പറയുക, ഇമോഷണലി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ബാക്ക് അടിക്കുകയും രാത്രി ഉറക്കമില്ലായ്മയും പാനിക് അറ്റാക്കും, ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്ക് വരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ടു എന്താ പറയുക, ഞാൻ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻസിഡന്റ് എടുത്ത് പറയാം. വൺസ് ഐ ഹാഡ് ടോക്ക് ടു എ ഫ്രണ്ട് അബൌട്ട് ദിസ് ആൻഡ് ദറ്റ് ഫ്രണ്ട് വാസ് ലൈക്ക്, ഫ്രണ്ട് അല്ല, എനിക്ക് അറിയുന്ന ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ അടുത്ത്, നിനക്ക് പാനിക് അറ്റാക്കിനെ പറ്റി വല്ലതും അറിയോ, നീ ഇങ്ങനെ തമാശ പറയണതാണോ, പാനിക് അറ്റാക്ക് എന്താന്ന് പോലും നിനക്ക് അറിയോ, അതൊരു വലിയ കാര്യമാണെന്ന് പറഞ്ഞു. ലൈക്ക് നമ്മൾ പറയുന്നതിനൊന്നും ഒരു എന്താ പറയാ, പുല്ല് വില കൊടുത്തിട്ട് ഇവർക്കൊക്കെ എന്തറിയാം, അല്ലെങ്കിൽ ഇവൻ എന്തായി പറയണേ എന്നുള്ള രീതിയിൽ എടുത്തു. അങ്ങനെയല്ല, ലൈക്ക് പാനിക് അറ്റാക്ക് ഇസ് സംതിങ് വെരി സീരിയസ്. അത് ഒരു കടന്നു പോകുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് അവരെ ക്രിപ്പിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും അവരെ ഇമോഷണലി സഫർ ചെയ്യിപ്പിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ആങ്സൈറ്റിയും പാനിക്കും ഒക്കെ ഒരു പോയിന്റിൽ കൂടുതൽ നേരം നിൽക്കുമ്പോഴാണ് അതിനെ പാനിക് അറ്റാക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, എന്താ പറയാ, ചിലവർക്ക് സം പീപ്പിൾ പാസ് ഔട്ട്. അപ്പോൾ അതിനൊക്കെ പാനിക് അറ്റാക്ക് എന്നാണ് പറയുക. This is what I know, okay? So I'm not an expert, I'm just saying from what I know, from my limited knowledge. I'm not an expert. അപ്പോൾ ഈ PTSD can be treated by, coming back to the topic, it can be treated by trauma therapies like CBT, cognitive behavioral therapy, dialectical behavioral therapy, and EMDR, eye movement desensitization reprocessing therapy. ഇതുവഴിയൊക്കെ നമുക്ക് PTSDനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. See that there are some wounds in your life that stay forever. Like when you are the person who goes through it, only then you'll know the pain. അങ്ങനെ ഒരു സംഭവം ആക്ച്വലി എന്താ പറയാ, ബാക്കിയുള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് നോക്കി നിന്ന് ചിരിക്കാൻ പറ്റും. എന്താ പറയാ, ഇത് എന്താ പറയാ, ഓക്കെ, poor thing, he's suffering from it, oh my god, he doesn't deserve it എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. But when you stand in that position, life becomes a lot shittier. Okay, it's just a humble reminder. And let me go to the next mental health disorder, that is depression.
സോ ഡിപ്രഷനെ പറ്റി അറിയാത്തവരൊന്നും അധികം ഉണ്ടായിരിക്കില്ല. Almost 15.5 million people across the world go through it, suffer from it. Go through nalla, suffer from depression. And depression is basically a sensation of low moods that last severe and longer than 6 weeks. 6 ആഴ്ചയിലേക്കാട്ടും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ലോ മൂഡ്സും എന്താ പറയുക, ഒരു എനർജി ഇല്ലായ്മയും ആക്റ്റീവ് അല്ലാണ്ടിരിക്കാൻ പറ്റായകയും ഒരു സങ്കടവും ബുദ്ധിമുട്ടും വരുന്നതിനൊക്കെയാണ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ ഇറ്റ് എഫക്ട്സ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഡിഫറെന്റ്ലി. സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ വ്യത്യസ്തമായിട്ടാണ്, വ്യത്യസ്ത രീതിയിലാണ് അവരത് അനുഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മെൻ മൈറ്റ് മിസ്റ്റേക്ക് ഡിപ്രഷൻ ആസ് ഗെറ്റിംഗ് ഈസിലി ഇറിറ്റേറ്റഡ്, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഫറ്റീഗ്, ക്ഷീണം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക, അങ്ങനെയൊക്കെ ആയിരിക്കും ആണുങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ബട്ട് നോട്ട് ഇൻ ഓൾ കേസസ്, ഐ എം ജസ്റ്റ് സെയിങ് കോമൺലി അങ്ങനെയാണ്. ആൻഡ് ഫോർ വിമൻ ദേ എക്സ്പീരിയൻസ് എ ഫീലിംഗ് ഓഫ് intense sadness, worthlessness and shame and guilt. ഭയങ്കര സങ്കടം വരിക, ഞാൻ പോരാ, I'm not enough എന്നുള്ള ഫീലിംഗും, ഞാൻ worthy അല്ല എന്നൊക്കെ തോന്നുന്നതിനൊക്കെയാണ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് തെറാപ്പി ഈസ് ബേസിക്കലി CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ആൻഡ് ഇന്റർപേഴ്സണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സൈക്കോഡൈനാമിക് തെറാപ്പി. പിന്നെ they can even take medications like antidepressants. അപ്പോൾ അതാണ് ഡിപ്രഷൻ. ആൻഡ് ദെൻ കംസ് ബൈപോളാർ ഡിസോർഡർ. ബൈപോളാർ ഡിസോർഡർ ഇസ് ബേസിക്കലി എ ലോട്ട് മോർ ദൻ ബാഡ് മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ്സിനെ പറ്റി വിളിക്കുന്നതല്ല, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് കംസ് അബവ് ഇറ്റ്, അതായത് ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ്. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ബൈപോളാർ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് കെൻ ബി ഓൺ ദ ടു എക്സ്ട്രീംസ്. ഇറ്റ് കെൻ ബി ഐദർ മാനിക്, ദാറ്റ് ഇസ് ലൈക്ക് നമുക്ക് എക്സ്ട്രീം ഗ്രാൻഡോസിറ്റി വരിക, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുക, ഭയങ്കര സന്തോഷം, സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര ഷോപ്പിങ്ങും ഭയങ്കര എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്ട്രീം ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനിക് എപ്പിസോഡ് എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് ദ ഡിപ്രസീവ് എപ്പിസോഡ് ആസ് വെൽ, വേർ യു എക്സ്പീരിയൻസ് ഇന്റൻസ് ഡിപ്രഷൻ ആൻഡ് സാഡ്നെസ് ആൻഡ് വർത്ത്ലെസ്നെസ്, വാട്ട് എവർ I've told before. And living with bipolar disorder is not at all easy. It is very difficult. It can be controlled with medications and therapy. പിന്നെ ഉള്ളത് ഈറ്റിംഗ് ഡിസോർഡർ ആണ്. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഡിസോർഡർ, ടൈപ്പ് ഓഫ് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്. കാരണം ഇൻ ദ വേൾഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു എക്സ്പീരിയൻസ് who suffer from bipolar disorder is equal to the number of people who suffer from eating disorder as well. അപ്പോ വാട്ട്സ് എ ഡിഫറൻസ് നമുക്ക് ഇടയ്ക്ക് തോന്നും, എന്താ പറയാ, ബീങ് നോട്ട് ഹാപ്പി വിത്ത് അവർ ബോഡി. നമ്മളെ കാണാൻ എങ്ങനെയുണ്ട്, നമ്മുടെ ബോഡി നമുക്ക് ഒരുപാട് വണ്ണം ഉണ്ടോ, ഒരുപാട് മെലിഞ്ഞിട്ടാണോ, അങ്ങനെ ചിന്തിക്കുന്നതും ഈ ഈറ്റിംഗ് ഡിസോർഡറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. ലൈക്ക് യു എക്സ്പീരിയൻസ് extreme disgust over your body when you have an eating disorder. You suffer from body dysmorphia. Body dysmorphia basically means worrying about your personal appearance. And there are different types of eating disorders that can be anorexia nervosa, like വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനത്തെ ആൾക്കാർ സ്വാഭാവികമായിട്ടും പൊതുവെ മെലിഞ്ഞിട്ടായിരിക്കും. പിന്നെ ARFID, അവോയ്ഡന്റ് ഓർ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ, ചിലതരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്ന രീതി. ഇതെല്ലാം നോർമൽ കേസസ് അല്ല, എക്സ്ട്രീം കേസസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, ഇറ്റ്സ് എ സീരിയസ് മെന്റൽ ഇൽനെസ് വെർ പീപ്പിൾ ഈറ്റ് വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വിത്തൗട്ട് എനി കൺട്രോൾ. അപ്പോൾ നമ്മൾ ഒരു കൺട്രോളും ഇല്ലാണ്ട് എക്സ്ട്രീംലി നമ്മുടെ വയറ് ഫുള്ളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം it can cause weight gain and stuff like that. So that is basically binge eating disorder. അപ്പോൾ അൺലൈക്ക് പീപ്പിൾ വിത്ത് ബൊളീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഛർദ്ദിച്ചു പോകുന്ന ഒരു തരം കണ്ടീഷനാണ്. പക്ഷെ ഇവിടെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറിൽ അത് വോമിറ്റ് ചെയ്ത് പോവില്ല. ഇറ്റ് വിൽ സ്റ്റേ ഇൻ യുവർ ബോഡി ആൻഡ് ഇറ്റ് വിൽ മേക്ക് യു ഗെയിൻ പൗണ്ട്സ് ഓർ വെയിറ്റ്. പിന്നുള്ളത് സ്കീസോഫ്രീനിയ, ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്നൊരു ടൈപ്പാണ്. സൈക്കോട്ടിക് ഡിസോർഡർ. ആൻഡ് 3 out of 100 people suffer from schizophrenia എന്നാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്സ് പ്രകാരമുള്ള കണക്കുകൾ.
and that is basically 1% of the total world population. ബേസിക്കലി 16 to 30 ഏജിലുള്ള ആൾക്കാർ, 16 തൊട്ട് 30 വരെ ഏജിനുള്ള ആൾക്കാർക്ക് എന്താ പറയുക, സ്കീസോഫ്രീനിയയുടെ എപ്പിസോഡ്സ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് people who suffer from psychotic disorder and people who experience psychosis, both are not the same, both are different. The psychotic disorder the person undergoes extreme stress for more than 6 months, and it can be from maybe use of or overuse of drugs. It could be, there's a probability, high chances for that. And people like that experience delusions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തത് നമുക്ക് തോന്നുക, നമുക്ക് ലൈക്ക് വിച്ച് ഇസ് നോട്ട് റിയൽ. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ വരിക, പാരനോയ, പിന്നെ ഫ്രീക്വന്റ് ബ്രേക്സ് ഓർ ഡിസ്ട്രപ്ഷൻസ് ഫ്രം റിയാലിറ്റിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റും, ബ്രേക്ക് ആവുക, നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ ടച്ച് വിട്ടു പോവുക. പിന്നെ ഹാലൂസിനേഷൻസ് ലൈക്ക് ഓഡിയോ ആവാം, വിഷ്വൽ ആവാം, ഹാലൂസിനേഷൻസ് വരിക. They can all be successfully treated well with medications and therapy. So ഞാനിപ്പോൾ ഇത്രയും ഇതിനെ പറ്റിയിട്ട് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. And please do remember that your mental health is very 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 important. ഇത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. And if you ever feel low, or if you ever feel that you need any support from outside, please do take it, because എന്താ പറയുക, because your life is very important. So either talk to a friend, or better option is to consult a therapist. It is not ഞാൻ വീണ്ടും പറയാണ്, it is not embarrassing or shameful to consult a therapist. Everybody should actually consult. നമ്മളെല്ലാവർക്കും once in a while കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളതിനെ വേറൊരു പേര് വെച്ചിട്ട് വിളിക്കുകയും നമ്മളങ്ങനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ യുവർ മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെഗ്ലക്ട് ചെയ്ത് കളയാതിരിക്കുക. വി ആർ ഓൾ ദെയർ വിത്ത് യു. ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറിബഡി ഹാസ് ദെയർ ഓൺ പ്രോബ്ലംസ്. ദേ ഓൾ ഗോ ത്രൂ അവർ ഓൺ വി ഓൾ ഹാവ് അവർ ഓൺ പ്രോബ്ലംസ്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. ആൻഡ് വി ആർ ഓൾ ഇൻ ദിസ് ടുഗെദർ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇത്ര ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരും മെന്റൽ ഹെൽത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുക. ദിസ് ഇസ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ട് പറഞ്ഞത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 പേര് വീഡിയോ കാണുന്നുണ്ടാവുള്ളൂ ആയിരിക്കും, പക്ഷെ അതിലൊരു 10-7 പേർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.